ഹേ ഗായ്സ്, ഇമോജി ഗെയിമർ വൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന എക്സ്ട്രീം കാർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു കിണ്ണം ഗെയിം. പൊളുക്കാച്ചി എന്ന് വെച്ചാൽ ഇജാതി ഗെയിം. ഇതുപോലത്തെ ഗെയിം വേറെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. അപ്പം ഗായ്സ്, നമുക്ക് ആദ്യമേ ഇല്ലേ, ഞാൻ നൈസായിട്ടൊരു ഓഫ് റോഡൊക്കെ പോയായിരുന്നു. അപ്പം നമുക്ക് നൈസായിട്ട് ഈ കാർ അങ്ങോട്ട് മാറ്റാം. ഞാൻ ഈ താറ് എടുത്തത് ഈ ഓഫ് റോഡിന് പോകാൻ നേരത്തെ എടുത്താണ്. നമ്മുടെ മെയിൻ ചാലഞ്ച് വെച്ചാൽ ഞാൻ എടുക്കുന്ന കാർ എങ്ങനെയും നശിപ്പിച്ച് നാരായണക്കല്ലാക്കി കളയണം. പക്ഷെ നമ്മൾ റിപ്പയർ ചെയ്യാൻ പാടില്ല, അതാണ് മെയിൻ ഇത്. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം നമുക്ക് നേരെ ഡ്രൈവിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് ഓഫ് റോഡ് എത്തി കഴിയുമ്പോൾ താറെടുക്കാം. അപ്പം നമുക്ക് സിംഗിൾ പ്ലെയറും ആകാവേ. അടുത്ത വീഡിയോയിൽ നമുക്ക് മൾട്ടിപ്ലെയറും സ്റ്റണ്ടും ഒക്കെ ചെയ്യാം. അത് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് സിംഗിൾ പ്ലെയർ കളിക്കാം. ഗൈസ് ഒന്ന് ലോഡാകട്ടെ. അപ്പം ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കിയിട്ടുണ്ട് ഞാൻ ഇടുന്ന ഇതുപോലത്തെ കിണ്ണം കാച്ചി പൊളുക്കാച്ചി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ ഗെയിം ലോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഈ വണ്ടി നശിപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് മുന്നിക്കണോ കൊണ്ടുപോകാൻ പവറുണ്ട്, കാറിന് പവറുണ്ടോ. നമ്മളീ കാറിന് ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. നമുക്ക് ഇതൊക്കെ പാറാപ്പിച്ച് കൊണ്ട് തൂണൊക്കെ അടിച്ചു പൊട്ടിച്ച് നമ്മുടെ വണ്ടി എങ്ങനെയൊക്കെ അടിച്ച് നാറാണക്കല്ലാക്കി കളയണം. അതാണ് നമ്മുടെ ക്രാഷിങ്. അതാണ് നമ്മുടെ ഈ വീഡിയോയിലത്തെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പക്ഷെ ഒന്നോടെ പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നിങ്ങൾ സബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ കിണ്ണം കാച്ചി പുള്ളിക്കാച്ചി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതൊരു സംഭവം. അത് മറ്റേ സംഭവം അല്ലേ. അയ്യോ നാട്ടുകാരെ ഓടിവായോ, ഞാനിപ്പ ചാവ്. പോട്ടെ. നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഗൈസ്, എന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. ഞാൻ ഈ ഗെയിം തുടങ്ങിയല്ലോ കേട്ടോ, അതുകൊണ്ടാണ്. വേറൊന്നും തോന്നരുത്. നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് ഡ്രിഫ്റ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളിത് ഒരു കാരണവശാലും റിപ്പയർ ചെയ്തിട്ടോ. അയ്യോ, നമുക്ക് നേരെ പറന്ന് കയറിപ്പോയിട്ട് നമുക്ക് നേരെ അവിടെ ജമ്പ് ചെയ്യാം. ഈ ലോഡിങ് എനിക്ക് ദേഷ്യം വരുന്നേ കോപ്പ്. പറഞ്ഞ തുടങ്ങിയതുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് നേരത്തെ അടിപ്പോ നൈസായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എല്ലാം മൂഞ്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ എയർപോർട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ വിമാനത്തിനൊക്കെ ഹായും ടാറ്റയൊക്കെ പറഞ്ഞ് നമുക്ക് പോവാം. ഒരു ഡ്രിഫ്റ്റ് ഓടിച്ചാലോ. അളിഞ്ഞു നമ്മൾ അളിയുവാണ്. നമ്മുടെ ജീവിതത്തിലൊരു നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായോണ്ട് പിന്നെ സീനില്ല. പക്ഷെ ഇതിന്റെ കേറ് ഭാഗോ സംഭവം എവിടെയാ? തപ്പട്ടെ. ഈ വണ്ടിക്ക് പറഞ്ഞ അനുസരണയില്ല. നമ്മുടെ ലക്ഷ്യം എന്നാ? ഈ വണ്ടി നശിപ്പിക്കണം. അതിനായിട്ടുള്ളതെല്ലാം നമ്മൾ നടത്തും. ആ കോയിൻ എടുക്കാനാണ് ഇത് ഭയങ്കര ലാഗാട്ടോ. ഞാൻ ഹൈലേ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിന്റെ സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതതിന്റെ സെറ്റിങ്സ്. ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാട്ടോ ഗൈസ്. ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാ. ഇത് നമ്മൾ ചെയ്യുന്ന മിഷൻസ് ഒക്കെ, ഇത് നമ്മൾ മിഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ആയിട്ട് സംഭവം കിട്ടും. ഇപ്പൊ ഞാൻ ഇതിപ്പോ ഗെറ്റ് റിവാർഡ് പിടിച്ചപ്പോ എനിക്ക് സംഭവം കിട്ടിക്കണം. ബ്രില്യൻറ്റ് 4. എനിക്ക് മറ്റേ കണ്ണടക്കുന്ന കാർ കിട്ടി. ഇതിന്റെ ബട്ടൺ ആക്കാം, വീലാക്കാം, ഗൈറോ ആക്കാം. ഗൈറോസ് നമ്മൾ ഇങ്ങനെ ചെരിച്ച് കളിക്കണം. എനിക്ക് വീലാണ് ഇഷ്ടം, സ്റ്റിയറിംഗാണ് ഇഷ്ടം. പിന്നെ ഗ്രാഫിക്സ് ലോയില് കിടക്കുന്നത്. ഞാൻ ഹൈലേക്ക് കിടക്കുന്നത്. ഞാൻ വീണിട്ട് ഇട്ട് കളിക്കാൻ പോട്ടോ. പിന്നെ നമുക്ക് വേണം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഉണ്ടോ പിന്നെ അക്കൗണ്ട്. ഇതിനകത്ത് പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടോ.
പക്ഷെ ഈ കാറ് പുതിയതായിട്ട് വന്നോട്ടോ ഗൈസ്. ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാർ. അത്രക്ക് സൂപ്പർ കാറാ അത്. നല്ല കിണ്ണം കാറാ. അപ്പൊ നേരെ നമുക്ക് പോകാം. ഈ കാർ കൊണ്ട് എനിക്കൊന്ന് ഓടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആഗ്രഹം ഇന്നും കൊണ്ട് ഞാൻ തീർക്കും. പ്ലെയർ ഓഫ് പരസ്യം. ഗൈസ്, പിന്നെ വേറൊരു കാര്യം, ഞാൻ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്യും. അപ്പം നിങ്ങൾ പെട്ടെന്ന് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 200 കേട്ടോ. അപ്പം അതിങ്ങോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കിണ്ണോട്ടോ. എൻ്റെ കണ്ണൻ അടഞ്ഞിരിക്കുന്നേ. സീനാട്ടോ. നമുക്ക് നേരെ ഓഫ് റോഡ് പോവേ. ഇതുകൊണ്ട് കേസ് എന്നെ സൈലൻസർ ചെയ്ത് വന്നിട്ടുണ്ടാണേ. കണ്ട തീപ്പരി ഉണ്ടാ. കളറൊക്കെ ഇട്ടിലും മോഡിഫൈ ചെയ്തെടുക്കാം കേസ്. നമുക്ക് കളർ മാറ്റുന്നില്ല, അല്ലാതെ മോഡിഫൈ ചെയ്തെടുക്കാം. സൈലൻസർ വന്നിട്ടുണ്ട്. ഫയർ തീപ്പരി പഠിച്ചപ്പോ തീപ്പൊരി അങ്ങനെ ഒരു പാട്ട്. വണ്ടിയെ കിട്ടണോണ്ട്. അപ്പൊ നമ്മളെ മറ്റേ സാധനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ വണ്ടി അടിച്ച് നമ്മൾ നാരക്കണ്ണിലാക്കിയപ്പോഴാണ് ഈ വണ്ടി കിട്ടിയത്. അപ്പൊ നമ്മൾ ഈ നൈസായിട്ട് ഈ വണ്ടി എടുത്തു. ബ്ലാ ബ്ലാ ബ്ലാ. നമുക്ക് താർ എടുക്കട്ടെ ഗൈസ്. താറെടുക്കട്ടെ. ഇതേ കിടക്കുന്നത് ഗ്യാരേജ്. ചെറിയ ലാഗ് ഉണ്ടേ, അത് നിങ്ങൾ നെവർ മൈൻഡ്. ചിലപ്പോൾ സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഞാൻ മൈക്കില്ലാതായിട്ട് ഗൈസ് സംസാരിക്കുന്നത്. സൗണ്ട് പ്രോബ്ലം ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിച്ചു വിടുക. നെവർ മൈൻഡ്. മിനി കൂപ്പറൊക്കെ അവിടെ സർവീസിന് നടപ്പുണ്ട്. നമുക്ക് നേരെ താറെടുക്കാം. താറ് മോഡിഫൈ ചെയ്താലോ? മോഡിഫൈ ചെയ്യാം. ബ്രൈറ്റ് ഇത് നല്ല പിന്നെ ഡ്രിഫ്റ്റ് പൗഡർ കൊടുക്കാം. ഡ്രിഫ്റ്റ് പൗഡർ റെഡിലിരിക്കട്ടെ. നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. തന്താനി ആയിരിക്കുന്നു. സ്പോയിലറൊക്കെ നോക്കാം. പിന്നെ സ്പോയിലറും ഉണ്ടോ? അത് തന്നെ നല്ലത്. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇതുണ്ടോ? നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ കാർസ് ഒക്കെ ഉണ്ടോ? ഏതാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കേറ്റിയതേ ഉള്ളു. ഇപ്പോഴാണ് കിട്ടുന്നേ. അപ്പൊ നമുക്ക് നേരെ ഈ വണ്ടിയും കൊണ്ട് തന്നെ പോവാ. താറെടുക്കാലോ വന്നേ. ഉണ്ടോ വണ്ടിയുടെ ക്ലോസപ്പ് ഉണ്ടോ? അതിന്റെ ഹെഡ്ലൈറ്റ് മെയിൻ സാധനം. അത്രക്കും ഡീറ്റെയിലിങ്ങാ. നമുക്ക് താരെടുത്ത് ബ്രും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്തില്ല കേട്ടോ ഗൈസ്. എനിക്ക് മൈക്കില്ല ഗൈസ്, അതുകൊണ്ട് എൻ്റെ മൈക്ക് അടിച്ചു പോയി ഗൈസ്. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവില്ല ഗൈസ്. അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വോയിസ് നിങ്ങൾ ക്ഷമിച്ചുവിടുക. ലോഡാകട്ടെ. അപ്പൊ ഗൈസ് നമ്മുടെ ഗെയിം പതിയെ ലോഡായി വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഗെയിം 10 വർഷത്തിന് ശേഷം ലോഡായി വന്നിട്ടുണ്ട്. താറ് വെള്ളത്തിൽ പോയപ്പോ നമുക്ക് താറ് വെള്ളത്തിൽ കൊണ്ടുപോവാ. പെട്ടൂന്ന് കരുതി. കുഴപ്പമില്ലാതെ പോകുന്നു. 60 km/h പോകുന്നുണ്ട്. അത് സെക്കൻഡ് താറ് വീട് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഈ വണ്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല കേട്ടോ. പക്ഷെ അതാണ് മെയിൻ വിഷയം. പിന്നെ ചില സമയത്ത് ലാഗ് അടിക്കും. നല്ല രീതിയിൽ ലാഗ് അടിക്കണം. എനിക്ക് ഭയങ്കര ലാഗാ.
അയ്യോ. നമുക്ക് വരൂ കൂട്ടുകാരെ, ഒന്നിച്ചു പോയാലോ? ഒന്നിച്ചു പോയാൽ പിന്നെ വിജയം നമുക്ക്. പോടെ പോടെ പോടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഗൈസ്, പിന്നെ നമ്മള് ഇപ്പൊ ഒരു സാധനം വാങ്ങുന്നതിന്റെ അൺബോക്സിങ് വീഡിയോസ് ഈ ചാനൽ തന്നെ ആയിരിക്കും വരുന്നത്. അയ്യോ ജിങ്കാലാല. അയ്യോ 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 അയ്യോ. നമ്മുടെ താരനെ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്താവേ. ഈ കല്ലിന് മണ്ടേ കൂടെ കഴപ്പ് കാണിച്ചു കേട്ടോ. ഗോസ് കേറി പോന്നുണ്ടോ ചെറുക്കൻ? നമ്മുടെ ചെറുക്കൻ കേറി പോണോ? ഇപ്പൊ വിചാരിക്കുന്ന പോലെ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഇവൻ സീനാണ്. ചെറുക്കൻ കേറി പോണുണ്ട്. ഇല്ലുമിനാനിന്റെ നമുക്കന്നാ ഈ കല്ലിക്കൊടക്കേറ്റേ. അയ്യാവൂ. ഗൈസ്, നമ്മളെ ട്രിപ്പ് എടുത്ത്. അപ്പൊ നമുക്ക് നേരെ വാം. നമുക്ക് അവനെ പിടിച്ച് ഉറ്റി കൊടുക്കുക ഗൈസ്.